ഗൈസ്, ഞങ്ങൾ ഇന്ന് അലീസയ്ക്ക് സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി കൊടുക്കാൻ പോകണം. അലീസ കഴിക്കണ ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ട്. പല ചോക്ലേറ്റ് ഇല്ലേ, ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കില്ലെന്നാണ് ഉദ്ദേശിച്ചത്. ചോക്ലേറ്റിൽ നിന്ന് നട്ട്സൊക്കെ ഇട്ട് കേക്കാണ് വാങ്ങിയത്. നമ്മളിന്ന് ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവാണ്. വെഡ്ഡിങ് കേക്ക് ഉണ്ട്, പിന്നെ പൂത്തിരി മത്താപ്പൂ 1, 2, 3 ഒക്കെ ഉണ്ട്. ഞങ്ങളൊരു പൂത്തിരി വാങ്ങി, അതെല്ലാം വാങ്ങി. കൺഫ്യൂഷൻ വേറെ ഒന്നുമില്ല. ജോർജിയയിലെ കേക്സിന് എല്ലാത്തിലും ഒരു പഴം കാണും അല്ലേ? പഴം ആഡ് ചെയ്യുമോ? അപ്പോൾ വലിയ ടേസ്റ്റ് കാണില്ല. ഓപ്ഷൻസ് ഒന്നും ഇല്ല. എല്ലാത്തിലും കുറച്ച് വാലറ്റിൻ്റെ കേക്ക് ഞങ്ങൾ ആദ്യം നോക്കി. വാലറ്റ് ഒന്നും ഒന്നാമത് വികാരമില്ലാത്ത സാധനമാണ്. അത് കേക്കിൽ വരുമ്പോൾ എങ്ങനെ നമ്മൾ ഊഹിക്കാലോ. പിന്നെ എന്താണുള്ളത്? പിന്നെ കപ്പലണ്ടിയുടേത്, കോഫിയുടെ ഒക്കെയാണ്. വലിയ ഓപ്ഷൻസ് ഒന്നും ഇല്ല ഇവിടെ. പച്ച കത്തി കഴിച്ച് ഞങ്ങൾ പോട്ടെ. ജോർജിയയിൽ ഇപ്പം ഏതാണ്ട് ഇൻടേക്ക് ടൈം ആയില്ലേ? പിള്ളേരൊക്കെ MBBSനൊക്കെ ഇൻടേക്കിന് വരുന്ന ടൈമാണ്. MBBS, നഴ്സിംഗ് എല്ലാ കോഴ്സസും തുടങ്ങി. ഒന്നും പറയാനില്ല. എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഒക്കെ ബെസ്റ്റാണ്, അതിനകത്ത് കാര്യം കോംപ്രമൈസ് ഒന്നും ചെയ്യാനില്ല. പക്ഷേ കേൾക്കുന്ന പോലെ ഭയങ്കര യൂറോപ്യൻ സ്റ്റൈൽ ലൈഫും ആസ്വദിക്കുന്ന ഒരു ലൈഫും അടിച്ചുപൊളി ജീവിതമൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഇങ്ങോട്ട് വരരുത്. പാടേ ആൾക്കാർക്ക് വിലയില്ലാത്തൊരു കാര്യമാണ് എബ്രോഡ് MBBS എന്നൊക്കെ പറയുന്നത്, ടു ബി ഫ്രാങ്ക്. പക്ഷേ പഠിക്കുന്ന അവർ എക്സ്പീരിയൻസിൽ പറയാണ്, ഞങ്ങൾക്ക് നല്ലപോലെ മെനക്കെടണം. എങ്ങനെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി എറിഞ്ചി? അതെ, അറിയാണ്ട് പോലും വന്ന് ചാടരുതെന്ന് പറയില്ല. കാരണം അത്രയ്ക്ക് അക്കാഡമിക്കലി സ്ട്രിക്റ്റ് ആണ്. ഞങ്ങൾക്കൊരു സബ്ജക്റ്റിൻ്റെ ആബ്സെൻസ് പോലും മാറ്റർ ചെയ്യും. അപ്പോൾ പിന്നെ പഠിച്ചിറങ്ങാൻ പറ്റുള്ളൂ. വില അറിയുന്നു. അതെ, നമ്മൾ 0.1% വില പോലും അറിയുന്ന ടൈമാണ്. അപ്പോൾ പഠിക്കണ്ടാതെ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നും എൻജോയ് ചെയ്ത് പഠിക്കാന്നുള്ളൊരു മോഹത്തോടെ ഇങ്ങോട്ട് വരണ്ട. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ട് പഠിച്ചിറങ്ങാൻ പറ്റുമെങ്കിൽ പഠിച്ചിറങ്ങാൻ പറ്റും. അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. ഒരു പ്രശ്നമില്ല. അക്കാഡമിക്കിൽ ഒരു രക്ഷയില്ലാതെ നമുക്ക് എക്സലൻസ് കാണിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളവരാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് തരാം ഈ യൂണിവേഴ്സിറ്റി. പിന്നെ കുറച്ച് സ്ട്രെസ് ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഗോ ഫോർ അനദർ ഓപ്ഷൻസ് ഇൻ ജോർജിയ എക്സെൽ, അങ്ങനെ പറയുള്ളൂ. സോറി, നമ്മൾ വിഷയത്തിൽ മാറും. ഞങ്ങൾ ഇനി ബസ് കാത്തിക്കുന്ന സമയത്ത് ഇങ്ങനെ വലിയ അന്താരാഷ്ട്ര കാര്യങ്ങൾ പറഞ്ഞതാണ്, മാറും. ഇവിടെ എന്താ വെക്കാൻ വന്നത്? ചിക്കൻ ദം ബിരിയാണിയാണ് വെക്കാം. കുക്കിംഗ് ബൈ റിൻഷി, ഷഹ ആൻഡ് നിദ. ഇവിടെ ഞങ്ങൾ അരയന്നത്തെ പ്ലാൻ ചെയ്തായിരുന്നു. ഒരു അരയന്നം പ്ലാൻ ചെയ്തായിരുന്നു. രണ്ടെണ്ണം ഇപ്പോഴത്തെ കഴിഞ്ഞിരിക്കുമ്പോൾ ഞങ്ങൾ പിക്കെടുക്കണം. പിന്നെ ഞങ്ങൾ ദം ബിരിയാണി കഴിക്കാൻ പോകും. ഇതുപോലെ എന്റെ ബ്ലോഗിൽ കേക്കൊക്കെ എടേ ഒരു പീസ് കേക്ക് തരുമോ ഗൈസ്? ഇവിടെ കേക്ക് ഞാൻ അറിയാണ്ട് ഇവിടെ വിതരണം ചെയ്ത് തിന്നു തുടങ്ങിയിരിക്കുന്നു. ചതിച്ചത് എന്നെ. ജോർജിയിലെ കേക്കിനെ പറ്റി കുറച്ച് മുന്നേ ഞാൻ റിൻഷിയും കൂടെ ബ്ലോഗിൽ കുറ്റം പറഞ്ഞു. പക്ഷെ തിരിച്ചെടുക്കുന്നു. കുഴപ്പമില്ല. അപ്പൊ കുഴപ്പമില്ലായിരുന്നു. നല്ല ഇപ്പൊ നോക്കാറില്ലേ? ചോറിന്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. സർപ്രൈസ് സീൻ ആയിരുന്നു. അടിപൊളി. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇവരുടെ ബർത്ത്ഡേ ഓർത്തിരിക്കുന്ന പോലെ. അലീസയ്ക്ക് കിട്ടിയതാണ്, ഫ്രണ്ട് കൊടുത്തതാണ്. അതെ അതെ, നോട്ട് ദ പോയിന്റ്. പിന്നെ വേറെ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് അലീസയ്ക്ക്. കണ്ടു ഈ കവർ വെച്ച സാധനങ്ങളാണ്. എന്തൊക്കെയാണ്? മിഠായി ഉണ്ടടി. സോറി അലീസ, വീട്ടുകാരി വ്ലോഗ് കാണരുത്. മിൽക്ക് ചോക്ലേറ്റ് ഉണ്ട്. പിന്നെ എന്തൊക്കെയോ ഗിഫ്റ്റ് കാർഡൊക്കെ ഉണ്ട്. അതെടുത്ത് നോക്കാൻ. സോറി.